രക്തബന്ധങ്ങളുടെ പവിത്രക്ക് ഒരുതരത്തിലും വിലകൽപ്പിക്കാത്ത 43-കാരനായ സ്റ്റീവൻ എന്ന മനുഷ്യന്റെ യഥാർത്ഥ ദുരന്തകഥയാണിത്. അമേരിക്കയിലെ ഒരു സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ 20-ാം വയസ്സിലാണ് സ്റ്റീവൻ 15-കാരിയായ അലീസയെ വിവാഹം കഴിക്കുന്നത്. പുറമേ ശാന്തനെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ തികച്ചും വിചിത്രമായ സ്വഭാവത്തിന് ഉടമയായിരുന്നു സ്റ്റീവൻ. കുട്ടിക്കാലം മുതൽക്കേ ഒറ്റപ്പെട്ട ജീവിതം നയിച്ചിരുന്ന ഇയാൾക്ക് സുഹൃത്തുക്കൾ ആരുമില്ലായിരുന്നു. മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതിലും പൂച്ചകളെ കൊല്ലുന്നതിലും ആനന്ദം കണ്ടെത്തിയിരുന്ന സ്റ്റീവന്റെ ക്രൂരസ്വഭാവം പക്ഷേ അലീസ തിരിച്ചറിഞ്ഞത് വൈകിയാണ്. വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ അലീസ ഗർഭിണിയായി. എന്നാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് സ്റ്റീവന് ഇഷ്ടമായിരുന്നില്ല. കുഞ്ഞ് ജനിച്ചതോടെ അയാളിലെ ക്രൂരത പുറത്തുവന്നു. കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ അയാൾക്ക് ദേഷ്യം വരും. ഒരിക്കൽ കരച്ചിൽ നിർത്താൻ അയാൾ ആ പിഞ്ചുകുഞ്ഞിനെ എടുത്ത് ഒരു കൂളർ ബോക്സിനുള്ളിൽ അടച്ചുവെച്ചു. ഭർത്താവിന്റെ ക്രൂരതയിൽ കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാകുമെന്ന് ഭയന്ന അലീസ 8 മാസം മാത്രം പ്രായമുള്ള ആ പെൺകുഞ്ഞിനെ ദത്തെടുക്കാൻ അഡോപ്ഷൻ മറ്റൊരാൾക്ക് വിട്ടുനൽകി. സ്റ്റീവന്റെ ക്രൂരതയിൽ നിന്ന് മകളെങ്കിലും രക്ഷപ്പെടട്ടെ എന്നായിരുന്നു ആ അമ്മയുടെ പ്രാർത്ഥന. വർഷങ്ങൾ കടന്നുപോയി. അലീസയ്ക്കും സ്റ്റീവനും പിന്നീട് 2 പെൺമക്കൾ കൂടി ജനിച്ചു. മകൾ പോയെങ്കിലും സ്റ്റീവന്റെ സ്വഭാവത്തിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. അലീസയാകട്ടെ മക്കളുടെ ഭാവിയോർത്ത് ആ നരകജീവിതം തുടർന്നു. ഇതിനിടയിലാണ് വിധി മറ്റൊരു രൂപത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നത്. ദത്തെടുക്കപ്പെട്ട മകൾ കേറ്റി മുതിർന്നതോടെ തന്റെ യഥാർത്ഥ മാതാപിതാക്കളെ അന്വേഷിക്കാൻ തുടങ്ങി. 18-ാം വയസ്സിൽ ഫേസ്ബുക്കിലൂടെ അവൾ തന്റെ അച്ഛനെയും അമ്മയെയും കണ്ടെത്തി. കേറ്റിയുടെ തിരിച്ചുവരവ് അലീസയ്ക്ക് വലിയ സന്തോഷമായിരുന്നു നൽകിയത്. നല്ല നിലയിൽ വളർത്തപ്പെട്ട വിദ്യാർത്ഥിനിയായ മകളെ കണ്ടപ്പോൾ അവർക്ക് അഭിമാനം